ഈ പ്രകൃതി ദുരന്തങ്ങളെ തടയുക എന്നുള്ളത് മനുഷ്യ സാധ്യമല്ല. പക്ഷേ നമുക്ക് പല കാര്യങ്ങളും അതുമായി ചെയ്യാൻ കഴിയും. കാരണം ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അത് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായിരുന്നു. അവിടെ നടത്തുന്ന നിർമ്മാണങ്ങൾ അത് പ്രകൃതിക്ക് അനുസരിച്ചായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ ദുരന്തത്തിൽ നിന്നുകൂടി നമ്മൾ പാഠം പഠിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അത്തരമൊരു വാർത്ത തന്നെയാണ് വരുന്നത്. അതായത് ഉരുൾപൊട്ടൽ 21 പേരുടെ ജീവനെടുത്ത കോട്ടയം കൂട്ടിക്കൽ മലനിരകളിൽ ഇപ്പോൾ റിസോർട്ട് നിർമ്മാണം അതീവ തകൃതിയായി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ റിസോർട്ടുകൾ നിർമ്മിക്കുന്ന ദൃശ്യം മീഡിയ വണ്ണിന് ലഭിച്ചു. ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണം നിരോധിക്കണമെന്നാണ് പരിസ്ഥിതി സംഘടനകളുടെ ആവശ്യം. എന്നാൽ ചട്ടപ്രകാരം മാത്രമാണ് നിർമ്മാണ അനുമതി നൽകിയതെന്ന് പഞ്ചായത്ത് ഭരണസമിതി പ്രതികരിച്ചു. കൂട്ടിക്കൽ വില്ലേജിൽ വാഗമൺ മലനിരകളിൽ ഉൾപ്പെടുന്ന കോലാഹലമേട് തങ്ങൾപ്പാറ പ്രദേശങ്ങളിലാണ് റിസോർട്ട് നിർമ്മാണം. ചെങ്കുത്തായ മലനിരകളിൽ ബഹുനില റിസോർട്ടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള ആഡംബര സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് റിസോർട്ടുകൾ. അതീവ പരിസ്ഥിതി ലോല മേഖലയായ കൂട്ടിക്കലിലെ റിസോർട്ട് നിർമ്മാണങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ ഭരണ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. ഈ ചെങ്കുത്തായ മലയിൽ 90 ഡിഗ്രിയുള്ള ഈ ചെരുവിൽ 4-5 നിലയുള്ള റിസോർട്ടുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ പരിസ്ഥിതി ലോല പ്രദേശമായി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇളങ്കാട് വല്യേന്ത അതുപോലെ തന്നെ ഏന്താർ കൂട്ടിക്കൽ ഭാഗം ഉള്ള ജനങ്ങളെ വളരെ സാരമായിട്ട് ബാധിക്കും. 2021 ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന 2 കോറുകൾ ജനകീയ ഇടപെടലിനെ തുടർന്ന് പൂട്ടി. ഇതിനു പിന്നാലെയാണ് റിസോർട്ട് മാഫിയ കൂട്ടിക്കലിൽ പിടിമുറുക്കുന്നത്. നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ നിർമ്മാണ നിരോധനമില്ല. അതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കൂട്ടിക്കൽ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. റവന്യൂ ഭൂമിയിലല്ല നിർമ്മാണമെന്നതിനാൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും നിലപാട്. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ വൺ, കോട്ടയം. എത്ര കണ്ടാലും കൊണ്ടാലും മനുഷ്യർ പഠിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. കാരണം അത്തരം അതീവ പരിസ്ഥിതി ലോല മേഖലകളിൽ ആ കുന്നിൻ്റെ മുകളിൽ ഈ റിസോർട്ട് നിർമ്മാണം അതിന് അനുമതി കൊടുത്ത പഞ്ചായത്ത് ഏത് നിയമപ്രകാരമാണ് എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യതയെങ്കിലുമുണ്ട്. കാരണം ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് ഇത്തരം വലിയ ദുരന്തങ്ങളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അത്രത്തോളം പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യനൊരു പക്ഷേ അടിക്കടി ഇത്തരം തിരിച്ചടികൾ ലഭിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും ഒക്കെയുള്ള നാട്ടിൽ ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല.